പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മൊഴി നൽകി മാതാപിതാക്കൾ. ജനറൽ ആശുപത്രിയിലെ ചികിത്സാ വീഴ്ച സംബന്ധിച്ചാണ് മൊഴി നൽകിയത്. അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരിക്കലും ചാടാൻ സാധ്യതയില്ലെന്നും മറ്റ് സഹപാഠികളെയും പോലീസ് ചോദ്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാതാപിതാക്കൾ പറഞ്ഞു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ പുരുഷോത്തമൻ, മുഖ്യമന്ത്രിയോടക്കം അമ്മുവിന്റെ അച്ഛൻ സജീവ് കൃത്യമായി പറയുന്നത് ഒരേ കാര്യമാണ്, അമ്മു ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതിലേക്ക് അവർ നൽകുന്ന വ്യക്തത എന്താണ്? സുജയ, പത്തനംതിട്ട ഡിഎസ്പി നന്ദകുമാറിന് മുന്നാകെയാണ് ഇന്ന് അമ്മുവിന്റെ മാതാപിതാക്കൾ മൊഴി നൽകിയത്. രാവിലെ അവർ പത്തനംതിട്ടയിലേക്ക് എത്തുകയും വൈകിട്ടാണ് അവർ മടങ്ങിപ്പോയത്. മണിക്കൂറുകളോളം അവർ പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ കോടതിയിലും അവർ ഹാജരായിരുന്നു. ഇന്ന് ഹോസ്റ്റലിലേക്ക് എത്തുമെന്ന് മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് പിന്നീടൊരു ദിവസം എത്തിയാൽ മതിയെന്ന് അവരെ അറിയിച്ചു. അതിനുശേഷം മാതാപിതാക്കൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. പ്രധാനമായും മൊഴി നൽകിയത് അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് തങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അത് വിശദമായിട്ട് അന്വേഷിക്കാൻ പത്തനംതിട്ട പോലീസിനുള്ള ഒരു നിർദ്ദേശവും വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാതാപിതാക്കൾ ഇന്ന് പത്തനംതിട്ടയിലേക്ക് എത്തിയത്. മകൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴും അല്ലെങ്കിൽ അങ്ങനെ ചാടി എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല, ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നിൽ ദുരൂഹതയുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് സംബന്ധിച്ച് തങ്ങൾക്ക് പരാതിയുണ്ട്. അക്കാര്യവും പോലീസിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അമ്മുവിനുണ്ടായ ചെറിയ പ്രശ്നം അത് പ്രിൻസിപ്പലിന് അത് നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് നീട്ടിക്കൊണ്ടുപോയി വലിയ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചു. പ്രിൻസിപ്പാളിനെതിരെയും കൃത്യമായിട്ടുള്ളൊരു മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 3 സഹപാഠികളെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്ത് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ സഹപാഠികൾ തങ്ങളുടെ മകളെ മാനസികമായി പീഡിപ്പിച്ചു എന്നും മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. മറ്റുള്ള സഹപാഠികളെ കൂടി പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അമ്മുവിന്റെ മാതാപിതാക്കളായിട്ടുള്ള സജീവും രാധാമണിയും വ്യക്തമാക്കിയിട്ടുണ്ട്. സുജയ.